ശാന്തിപൂരിലെ ശാന്തമായ ഗ്രാമത്തിൽ അമൃത എന്ന ജ്ഞാനിയായ ഒരു സെന്റ് മാസ്റ്റർ നന്ദിനി എന്ന കൗതുകമുള്ള ഒരു യുവ വിദ്യാർത്ഥിനിയുമായി ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ പങ്കിട്ടു. പുരാതന ആൽമരത്തിൻ്റെ ചുവട്ടിൽ അവർ ഇരിക്കുമ്പോൾ നന്ദിനി പഴയ ചോദ്യത്തിനെക്കുറിച്ചുള്ള തൻ്റെ ആശയക്കുഴപ്പം പ്രകടിപ്പിച്ചു. നല്ല ആളുകൾക്ക് മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ശാന്തമായ പുഞ്ചിരിയോടെ അമൃത ജീവിതത്തിൻ്റെ പ്രകടമായ അരാജകത്വത്തെ മറികടക്കുന്ന ജ്ഞാനത്തിൻ്റെ ചുരുളഴിക്കാൻ തുടങ്ങി. ഒരു വലിയ നെയ്ത്തു തുണിയാണ് ജീവിതം നന്ദിനി, അമൃത പറഞ്ഞു. ഓരോ ത്രെഡും പ്രകാശമോ ഇരുണ്ടതോ ആകട്ടെ, നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ സങ്കീർണമായ രൂപകൽപ്പനയ്ക്ക് സംഭാവന ചെയ്യുന്നു. സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പരസ്പര ബന്ധം നിങ്ങളുടെ യാത്രയുടെ തുണിത്തരങ്ങൾ നെയ്തെടുക്കുന്നു. ജീവിതത്തിൻ്റെ ചിത്രകലയുടെ രൂപകമായ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നന്ദിനി ശ്രദ്ധയോടെ കേട്ടു. കാരണത്തിൻ്റെയും ഫലത്തിൻ്റെയും നിയമമായ കർമ്മം ഈ മഹത്തായ നെയ്ത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അമൃത തുടർന്നു. ഇന്ന് നാം വിതയ്ക്കുന്ന പ്രവർത്തനങ്ങൾ കാലത്തിലൂടെ പ്രതിധ്വനിക്കുന്നു, അനുഭവങ്ങളുടെ ഒരു സങ്കീർണ മാതൃക സൃഷ്ടിക്കുന്നു. നല്ല ആളുകൾക്ക് മുൻകാല പ്രവൃത്തികൾ കാരണം വെല്ലുവിളികൾ നേരിടാം. ശിക്ഷയായിട്ടല്ല, മറിച്ച് വളർച്ചയ്ക്കും സന്തുലിതാവസ്ഥയ്ക്കുമുള്ള അവസരമായി. ജീവിതത്തിൻ്റെ ചുരുളഴിയുന്ന സംഭവങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളുമായി സങ്കീർണമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആശയം നന്ദിനി ആലോചിച്ചു. നല്ലതോ ചീത്തയോ എന്ന വിധി ഒരു മിഥ്യയാണ് നന്ദിനി, അമൃത വിശദീകരിച്ചു. ജീവിതത്തിലെ സംഭവങ്ങൾ ശിക്ഷകളോ പ്രതിഫലമോ അല്ല, മറിച്ച് കോസ്മിക് നൃത്തത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. ഈ നിമിഷത്തിൽ പ്രതികൂലമായി തോന്നിയേക്കാവുന്നവ അഗാധമായ വളർച്ചയ്ക്കും ധാരണയ്ക്കും ഇടയാക്കും. സംഭവങ്ങളെ അന്തർലീനമായി നല്ലതോ ചീത്തയോ ആയി മുദ്രകുത്തുന്നത് അവയുടെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയെ തടസ്സപ്പെടുത്തുമെന്ന ആശയം നന്ദിനി ചിന്തിച്ചു. നിശബ്ദയായ അധ്യാപികയായി പ്രതികൂല സാഹചര്യങ്ങളെ പരിഗണിക്കൂ, അമൃത നിർദ്ദേശിച്ചു. നല്ല ആളുകൾക്ക് മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് അവരെ തകർക്കാനല്ല, മറിച്ച് അവരെ ജ്ഞാനത്തിൻ്റെയും അനുകമ്പയുടെയും പാത്രങ്ങളാക്കി മാറ്റാനാണ്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ മാസ്റ്റർപീസ് രൂപപ്പെടുത്തുന്ന ശില്പിയുടെ ഉളിയാണ്. അഗാധമായ സ്വയം കണ്ടെത്തലിനും പരിവർത്തനത്തിനുമുള്ള അവസരങ്ങളായാണ് നന്ദിനി ജീവിത വെല്ലുവിളികളെ വിഭാവനം ചെയ്യുന്നത്. അടുത്തുള്ള കുളത്തിൽ നിന്ന് അമൃത ഒരു മാതൃക വരച്ചു. ഒരു ഉരുളൻകല്ല് ഏറ്റവും ദൂരെയുള്ള കരകളിലേക്ക് തിരമാലകൾ സൃഷ്ടിക്കുന്നത് പോലെ നമ്മുടെ പ്രവൃത്തികൾ അസ്തിത്വത്തിൻ്റെ ഘടനയിൽ സ്പന്ദനങ്ങൾ അയക്കുന്നു. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് പ്രതിഫലനങ്ങൾ അനുഭവപ്പെടുന്നത്. പരസ്പര ബന്ധിതമായ ജീവിത വലയത്തിലെ വ്യക്തിഗത പ്രവർത്തനങ്ങളുടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നന്ദിനി കുളത്തെ നിരീക്ഷിച്ചു. എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധമാണ് ഈ കോസ്മിക് ലോകത്തിൻ്റെ മറ്റൊരു വശം, അമൃത പങ്കുവച്ചു. ഒരു നൂലിനെ ബാധിക്കുന്നത് മുഴുവൻ നെയ്ത്തിനെയും സ്വാധീനിക്കുന്നു. കൂട്ടായ അനുകമ്പയും സഹാനുഭൂതിയും ഐക്യവും വളർത്തുന്നതിന് നല്ല ആളുകൾക്ക് മോശമായ കാര്യങ്ങൾ സംഭവിക്കാം. മനുഷ്യത്വത്തെ പരസ്പരം ബന്ധിപ്പിച്ച നൂലുകളെ ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനമാകാം പ്രതികൂലാവസ്ഥ എന്ന ആശയം നന്ദിനി സ്വീകരിച്ചു. സ്വതന്ത്ര ഇച്ഛ, അമൃത ഊന്നി പറഞ്ഞു, നിങ്ങളുടെ വിധി രൂപപ്പെടുത്തുന്ന ഒരു ഉറപ്പുള്ള ശക്തിയാണ്. വർത്തമാനകാല തിരഞ്ഞെടുപ്പുകൾ മുൻകാല പ്രവർത്തനങ്ങളുമായും ഭാവി സാധ്യതകളുമായും ഇഴചേർന്ന് കിടക്കുന്ന ത്രെഡുകൾ സൃഷ്ടിക്കുന്നു. വ്യക്തിപരമോ കൂട്ടായതോ ആയ തിരഞ്ഞെടുപ്പുകളുടെ അനന്തരഫലങ്ങളിൽ നിന്ന് മോശമായ കാര്യങ്ങൾ ഉണ്ടായേക്കാം. ജീവിതത്തിൻ്റെ സങ്കീർണമായ വഴിയിൽ മുന്നോട്ട് യാത്ര ചെയ്യുന്നതിൽ ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യം നന്ദിനി തിരിച്ചറിഞ്ഞു. ജീവിതം ഋതുക്കളുടെ ഒരു പരമ്പരയാണ് നന്ദിനി, അമൃത പറഞ്ഞു. വസന്തകാലം പൂവിടുകയും ശരത്കാലം ഇലകൾ പൊഴിക്കുകയും ചെയ്യുന്നത് പോലെ സന്തോഷവും സങ്കടവും അവയുടെ ഊഴമെടുക്കും. ഓരോ ഋതുവും സമചിത്തതയോടെ സ്വീകരിക്കുക, കാരണം ഇരുണ്ട രാത്രിക്ക് ശേഷം പ്രഭാതമുദിക്കുന്നു. ജീവിതത്തിലെ വെല്ലുവിളികൾ ക്ഷണികമാണെന്ന ചിന്തയിൽ നന്ദിനി ആശ്വാസം കണ്ടെത്തി. പുതിയ തുടക്കങ്ങൾക്ക് വഴിയൊരുക്കി.
ദ്വന്ദ്ങ്ങളുടെ നൃത്തം സംഭാഷണത്തിന് വഴിതുറന്നപ്പോൾ അമൃത വെളിപ്പെടുത്തി. സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും ദ്വന്ദ്ങ്ങളുടെ നൃത്തം കോസ്മിക് താളത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. രണ്ട് വശങ്ങളും ഉൾക്കൊള്ളുന്നത് നിങ്ങളുടെ അസ്തിത്വത്തെ സമന്വയിപ്പിക്കുകയും ജീവിതത്തിൻ്റെ ഒഴുക്കും പ്രവാഹവും കൃപയോടെ മുന്നേറിപ്പോകാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾക്കിടയിൽ സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടതിൻ്റെ പ്രാധാന്യം നന്ദിനി അംഗീകരിച്ചു. നല്ല ആളുകൾക്ക് മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നു, കാരണം ജീവിതത്തിൻ്റെ രഹസ്യം നമ്മുടെ ധാരണയെ മറികടക്കുന്നു. അമൃത പറഞ്ഞു. അജ്ഞാതർക്ക് കീഴടങ്ങുമ്പോൾ ഞങ്ങൾ സമാധാനം കണ്ടെത്തുന്നു. നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ സൗന്ദര്യത്തിന് ഓരോ ത്രെഡും സംഭാവന ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തുറന്ന ഹൃദയത്തോടെ തുറക്കുന്ന ഒരു നെയ്ത്തു തുണിയെ സ്വീകരിക്കുക. അമൃതയുടെ ജ്ഞാനത്താൽ പ്രബുദ്ധിയായ നന്ദിനി ജീവിതത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ചുള്ള പുതിയ ധാരണയുമായി ആൽമരത്തിൻ്റെ തണൽ വിട്ടു. If you love to watch this video, you can like, share and subscribe.